ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏകലാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസൽ സാറാണ്. അപ്പം നമുക്ക് A+ നേടാനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ തരികയാണ്. ഇത് നോക്കാണ്ട പോകരുത്, പല ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് അങ്ങ് പോയാലോ? ഓക്കെ. അപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, വീഡിയോ അവസാനം വരെ കാണണം, എന്തായാലും ഉപകാരത്തിൽ കൊള്ളും. നാളത്തെ എക്സാമിനേഷൻ എന്തായാലും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെയാണ്. അപ്പം എന്തായാലും നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. ഇതിൻ്റെ ബാക്കി കഥകൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാനും മജ്സൽ സാറും ചേർന്ന് ഇന്ന് രാത്രി 7:30 മറക്കോ? ഇല്ലല്ലോ, മറക്കാൻ പാടില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി വരണം. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിൽ ആദ്യത്തെ കാര്യം ഇതാണ്: ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയുള്ള സ്ഥലത്താണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുക? നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പല ആൻസറാണ് പറയാം. പക്ഷേ പണ്ട് കാലത്തെ മനുഷ്യന്മാർ ജീവിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ വെള്ളമുള്ള സ്ഥലം, നല്ല മണ്ണുള്ള സ്ഥലം, കൃഷിക്ക് അനുയോജ്യമായുള്ള സ്ഥലം. വെള്ളം, മണ്ണ്, സോയിൽ, വാട്ടർ, അതിന് കൂടെ നല്ല ക്ലൈമറ്റ്, കാലാവസ്ഥ, 3 പോയിന്റ് അവിടെ തന്നെ ആയി. അപ്പോൾ പണ്ടത്തെ മനുഷ്യന്മാർ ജീവിക്കാൻ ഇഷ്ടപ്പെട്ട ആ സ്ഥലങ്ങളിലാണ്. ഇപ്പോഴത്തെ മനുഷ്യന്മാർ ഇഷ്ടപ്പെടുന്നത് അർബനൈസേഷനാണ്. നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, നഗരങ്ങളിലാണ്. അപ്പോൾ നമുക്ക് 4 പോയിന്റായി. 1 പോയിന്റ് കൂടെ നമുക്ക് ആഡ് ഓൺ ചെയ്താൽ മതി. മിനറൽസ് ആഡ് ചെയ്യാൻ പറ്റും. മിനറൽസ് ഉള്ള ഭാഗങ്ങൾ ആൾക്കാർ ജീവിക്കും. ഗോൾഡ് കണ്ടെത്തി ആളുകൾ അങ്ങോട്ട് ഓടും. അപ്പോൾ 5 പോയിന്റായി. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല, നിങ്ങൾക്ക് ഇവിടെയുള്ള അതേ കാര്യങ്ങൾ ഇതാ പറഞ്ഞിരുന്നു. അതേമാതിരി നിങ്ങൾക്കും പറയാൻ പറ്റണം. ക്ലൈമറ്റ്, അർബനൈസേഷൻ, കാലാവസ്ഥ, അത് നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷൻ, ഫിസിയോഗ്രഫി, ഭൂപ്രകൃതി, സോയിൽ, മിനറൽസ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയിരിക്കണം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്കാണ്. ഇതിൻ്റെ ബാക്കി കഥകൾ നമ്മുടെ മൈഗ്രേഷൻ, അതായത് കുടിയേറ്റം, വോളണ്ടറി മൈഗ്രേഷനും ഫോഴ്സ്ഡ് മൈഗ്രേഷനൊക്കെ, നിർബന്ധിതം, ആകർഷിത കുടിയേറ്റം, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ, ഇതൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് പഠിക്കുക എന്നുള്ളത് സെറ്റാക്കി തരും. ബാക്കിയുള്ള കഥകളെല്ലാം മജ്സൽ സാറും വന്ന് റെഡിയാക്കി തരും. അതുകൊണ്ട് ഒരാൾ പോലും മിസ് ചെയ്യരുത് ഇന്ന് രാത്രിക്കത്തെ ലൈവ്. ഇവിടെ പക്കാ പെർഫെക്റ്റ് ക്ലാസ്സും അതിൻ്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും കുറച്ച് വൈബും യോയോ ആയിട്ട് നമുക്കങ്ങ് കൂടാം. നാളത്തെ എക്സാം പൊളിച്ചടുക്കിയിട്ടുണ്ടല്ലോ. നമുക്ക് എന്താ പറയാം, നിങ്ങളുടെ ഡേ ആയിരിക്കും, ചിൽഡ്രൻസ് ഡേ. ഓക്കെ, യെസ്. എക്സ്പ്ലെയിൻ ഹൗ എക്കണോമിക് ഗ്രോത്ത് ടേക്ക് പ്ലേസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, അടുത്ത ചോദ്യം എന്ന് പറയാൻ പോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ ചോദ്യം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കണം. ഒരു രാജ്യത്തിന് സാമ്പത്തിക വളർച്ച ഉണ്ടാണെങ്കിൽ, ഒരു കൺട്രിക്ക് വളർച്ച, ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, 3 സെക്ടേഴ്സ് ഉണ്ട്, 3 മേഖലകൾ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. വേറെ അർത്ഥത്തിൽ പറഞ്ഞ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അതായത് നമ്മൾ പറയാറുണ്ട് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് പ്രൈമറി, അതുപോലെ ഇൻഡസ്ട്രീസ്, അത് ലാസ്റ്റ് വൺ സർവീസ് സെക്ടർ. ഓക്കെ, ഈ 3 സെക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാം. ഈ 3 സെക്ടർ, ഈ 3 മേഖലകളിൽ നിന്നുള്ള ഇൻകം കൂടുന്ന സമയത്ത്, പ്രൊഡക്ഷൻ കൂടുന്ന സമയത്താണ് വരുമാനം കൂടുക, ഇൻകം കൂടുക. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സിമ്പിൾ നോക്ക്. സേവന മേഖല വളരുന്നു. സേവന മേഖല എന്ന് വെച്ചാൽ ഗ്രോത്ത് ഇൻ സർവീസ് സെക്ടർ. അതുപോലെ ഇൻക്രീസ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, വ്യാവസായിക ഉൽപ്പാദനം കൂടുന്നു. കാർഷിക ഉൽപ്പാദനം കൂടുന്നു. ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. ആ 3 സെക്ടേഴ്സ് വെച്ച് പഠിച്ചാൽ എളുപ്പത്തിൽ പറ്റും. ഓക്കെ, സംഭവം അത്രയേ ഉള്ളൂ കാര്യം. ഇനി അവസാനം ഇതെല്ലാം കൂടിക്കഴിഞ്ഞാൽ, വാങ്ങൽ ശേഷി കൂടിക്കഴിഞ്ഞാൽ, ഇൻക്രീസിങ് പർച്ചേസിങ് പവർ, ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ആളുകളുടെ വരുമാനം കൂടും. ശരിയല്ലേ? അവിടെ ഗ്രോത്ത് ഉണ്ടാവും. ഗ്രോത്ത് മീൻസ് സാമ്പത്തിക വളർച്ച ഉണ്ടാവും. ഇത് നോക്കാണ്ട് പോവരുത്. നമ്മുടെ ആ ഒരു 6th ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ നിന്നുള്ള. അപ്പോൾ ഈ ഭാഗങ്ങൾ എൻ്റെ മക്കൾ നോക്കാതെ പോകരുത്. ബാക്കിയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട്, പ്രധാനപ്പെട്ട ഏരിയാസുമായിട്ട് ഞാനും മജ്സൽ സാറും ഇന്ന് രാത്രി ലൈവിൽ വരുന്നുണ്ട്. ഒരിക്കലും മിസ് ചെയ്യരുത്. വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയാണ്, നിങ്ങൾ ഫുൾ മാർക്ക് A+ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി നിങ്ങൾ വരണം. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിൽ ഒരു മടിയും വിചാരിക്കേണ്ട. വി ആർ ഏഗൺ ഫാമിലി. നിങ്ങളുടെ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. ഞാനും മജ്സൽ സാറും ഇങ്ങോട്ട് കയറിപ്പോയി നിങ്ങളെ ഞങ്ങൾ ഏറ്റെടുക്കുക. താങ്ക് യു. ബൈ. സി യു ടുഡേ. ബൈ.